നിനക്കെന്താ ഇത്ര സ്പീഡ്? സമയം അത്രയ്ക്ക് ആയില്ലല്ലോ. ഇന്ന് എന്താ നടക്കാൻ പോണെന്ന് കണ്ടോ? വേണുവുമായി നടന്ന കലാപരിപാടിയുടെ ബാക്കി വല്ലതും? അതൊക്കെ അവിടെ ചെന്നിട്ട് ആദ്യം സ്കൂളിലെത്താൻ നോക്കാം. നമസ്കാരം സാർ. ആകെ കുഴഞ്ഞു. നമ്മൾ വെള്ളയടിച്ച ചൂര മുഴുവൻ ആരോ വൃത്തികേടാക്കി കളഞ്ഞു സാറേ. ആര് ചെയ്യാൻ? മാറ്റി കളയാൻ പറ്റില്ലേ? ഓ, അതൊന്നും പറ്റില്ല സാറേ. അത്ര കടുത്ത ചായങ്ങളാ വാരി പൂശിക്കളഞ്ഞത്. അത്രയ്ക്കായോ? ബാലു ഇവിടെ വാ. നീട്ട്. നീട്ട്. പാവം ബാലുവിന് ഒരുപാട് അടി കിട്ടി. ശരിയാ, പക്ഷെ വെള്ളയടിച്ച ചോരൊക്കെ ഇങ്ങനെ വൃത്തിയേടാക്കാൻ പാടുണ്ടോ? എന്ത് നല്ല പടങ്ങളാണവ. ആണോ? എന്തോ പാവം ബാലു. കഠിനമായ ദുഃഖത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും കാണും. അത് ജീവിത നിയമമാണ്. വെളുത്ത പകല് രാത്രിയാകും, ഇരുണ്ട രാത്രി പകലുമാകും. ഈ ആശയമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ മുക്തകത്തിലുള്ളത്. എന്താണ് മുക്തകം? മുക്തകമെന്നാൽ ഒറ്റ ശ്ലോകം. ആശയം അതിനുള്ളിൽ പൂർണ്ണമായിരിക്കും. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മാഡം. We whitewashed the wall. Some mischief maker has spoiled it. We are very sorry, madam. Madam, that boy is really a problem. എനിക്ക് മലയാളം അറിയാം. I'm from Palghar, married to Mr. Gupta. ഇവിടെ ഒരു കുട്ടിയുണ്ട്. വകതിരിവില്ലാതെ ചിത്രങ്ങൾ വരച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. No, this is a brilliant piece of art. Is it not something original? Yes, it's a beautiful composition. Wonderful selection of colors. ആ ലൈനിന്റെ ശക്തി കണ്ടില്ലേ? Look at the balance and rhythm. See the tonal effects. എവിടെ പഠിക്കുന്ന കുട്ടിയാണോ ഇത് വരച്ചത്? I can't believe it. എനിക്ക് കുട്ടിയെ ഒന്ന് കാണണം. Can you call him? ബാലുവിനെ വിളിക്കാം. A genius. മനസ്സിലായോ സാർ? ബാലുവിനെ ഓഫീസിൽ വിളിക്കുന്നു. ബാലു, ആദ്യം കൊടുത്തതിൽ ബാക്കി വല്ലതും മറന്നു പോയിരിക്കും. അത് വാങ്ങാൻ പോവാ. ഇന്നത്തോണ്ട് കാറ്റുപോലെ ഏതായാലും കൊള്ളാം. കിട്ടട്ടെ. സൈലൻസ്. ഇതാണ് ബാലു. ബാലു വരച്ചതാണോ ചിത്രങ്ങൾ? എത്ര സമയം എടുത്തു? 2 ദിവസം. വേറെ ചിത്രങ്ങൾ വരച്ചിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ കയ്യിലുണ്ടോ? ക്ലാസ്സിലുണ്ട്. പോയി എടുത്തോണ്ട് വരാം. ആരെയെങ്കിലും വിടാം. പോയി എടുത്തിട്ട് വരൂ.
ബാലുവിന് ആർട്ടിസ്റ്റ് ആകാൻ ഇഷ്ടമുണ്ടോ? എന്താ ബാലു ഇത്ര ആലോചിക്കുന്നത്? ചിത്രകാരനാകുന്നതിനെ പറ്റി ഞാൻ ഓക്കെ, ഡൽഹിയിലോ കൽക്കട്ടയിലോ ചിത്രകല പഠിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ബാലു പോവോ? അച്ഛൻ കൂടി സമ്മതിക്കണം. ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റാണ് ബാലുവിന്റെ ഗാർഡിയൻ. ഓ, വിച്ച് മീൻസ് ഹീ ഈസ് ആൻ ഓർഫൻ. ബ്യൂട്ടിഫുൾ. ഓ, വണ്ടർഫുൾ. Really nice. Good. Lovely. Look at this. ബാലു പെയിന്റിംഗ് പഠിക്കണം. സ്കോളർഷിപ്പ് കിട്ടാൻ ഒരു പ്രയാസമില്ല. പണവും ടിക്കറ്റ് എല്ലാം അയച്ചു തരാം. We can arrange it, no? That's not a problem, ma'am. ബാലുവിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരണം. And get a consent from his guardian. യെസ് മാഡം. ദൈവത്തിന്റെ വിരലുകളാണ്. അയ്യോ, ഇതെന്ത് പറ്റി? അത് രാവിലെ വീട്ടിൽ വഴക്കുണ്ടാക്കിയതിന്. Balu is our greatest discovery in this trip. So smart. ബാലു, നീ ഡൽഹിയിൽ പോയി എന്ത് ഭാഷ സംസാരിക്കും? അതൊക്കെ അവൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കും. നീ വലിയ പെയിന്റർ ആയാലും ഇവിടെ പിന്നെ വരുമോ? ഇനി ഇതൊക്കെ വല്ല പുളുവാണോ ഡേ? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. അവനെ കൊണ്ടുപോയി എന്താക്കാനാ? അവരെന്തോ വെറുതെ പറഞ്ഞിട്ട് പോയതാ. ഓ, അത് കേട്ട ഉടനെ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ അവനെ വലിയ ഹീറോ ആക്കി. അവൻ എന്തോ പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. പക്ഷെ ആരും അത് അംഗീകരിച്ചില്ല. ഇപ്പോഴോ? ആ, ഇതൊക്കെ നടന്നെങ്കിൽ നടന്നെന്ന് പറയാം. പിന്നെ അവന്റെ ചിത്രങ്ങൾ എന്നും വ്യത്യസ്തങ്ങളായിരുന്നു. ആ ഒരു കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എന്ത് കാര്യത്തിലാ സാറേ തർക്കം? മത്സരത്തിനൊന്നും അയക്കാൻ പറ്റൂല സാറേ. അതാ ഞാൻ അവനെ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുള്ളത്. സാറിന് അവന് ഇഷ്ടമല്ല, അതല്ലേ സാറേ വാസ്തവം. ഓ, ഡൽഹിയിൽ നിന്ന് വന്നവര് പറഞ്ഞതാണെന്ന് കരുതി അത് അപ്പടി അങ്ങ് വിഴുങ്ങുമൊന്നും വേണ്ട. ചിലപ്പോ അവര് പോയ വഴിക്ക് പുല്ലുപോലും തീർത്തില്ല എന്നും വരും. പിന്നെ കുറെ പരിശീലനം കിട്ടിയ ആ കൊച്ചൻ ചിലപ്പോ നന്നായെന്നും വരും. എന്റെ മോൻ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നല്ലോ. ടിക്കറ്റും സ്കോളർഷിപ്പും എല്ലാം അവർ തരുമേ. ഈശ്വര, എന്റെ കുഞ്ഞിന് എന്നും ഉയർച്ചയുണ്ടാവണേ. ഡൽഹിയിൽ നിന്ന് വന്നവർക്ക് എന്റെ പടം അത്രയ്ക്ക് ഇഷ്ടമായി അമ്മേ. വലിയ ചിത്രകാരനാവണ്ടെന്ന് ചോദിച്ചു. ടീച്ചർമാരെല്ലാം കേട്ടോണ്ടിരിക്കായിരുന്നു. എന്റെ മോൻ വലിയ ചിത്രകാരനാവും. പോകുന്നതിന് മുമ്പ് അമ്മയുടെ ഒരു പടം വരയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോ നീ ഞങ്ങളെ വിട്ടുപോവാണല്ലേ? അവർക്ക് എന്റെ പടം വളരെ ഇഷ്ടപ്പെട്ടു. ചുവരിൽ ആ പടം വരച്ചതിന് രാവിലെ അടിയിട്ടിയതാ അസംബ്ലിയിൽ വെച്ച്. ബാലു, കലാപരമായ കഴിവ് ഈശ്വരാനുഗ്രഹമാണ്. ആര് തടഞ്ഞാലും അത് പ്രകാശിക്കും. സർവശക്തനായ പിതാവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എന്നേക്ക് പോകേണ്ടി വരുമോ എന്തോ? എല്ലാം ഈശ്വരൻ അറിയാം എപ്പോ എന്ത് നടക്കണമെന്ന്. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല മകനെ. മോളെ നോക്ക്.